കമ്പനികൾ നൽകുന്ന ഗ്രാറ്റുവിറ്റി വെറുമൊരു റിട്ടയർമെന്റ് ഫണ്ടല്ല, മറിച്ച് മികച്ചൊരു ദീർഘകാല സമ്പാദ്യമാണ്. 20 ലക്ഷം രൂപ നികുതി രഹിത ഗ്രാറ്റുവിറ്റി ലഭിക്കാൻ കരിയറിന്റെ അവസാനം വൻ ശമ്പളം വേണമെന്നില്ല. സർവീസ് കാലാവധി കൂടുന്നതനുസരിച്ച് ആവശ്യമായ അടിസ്ഥാന ശമ്പളം കുറയാറുണ്ട്. 25 വർഷത്തെ സർവീസിന് 1.39 ലക്ഷം രൂപ വേണമെങ്കിൽ 35 വർഷത്തെ സർവീസിന് വെറും 99,000 ബേസിക് ശമ്പളം മതിയാകും. ഉയർന്ന തുടക്ക ശമ്പളത്തേക്കാൾ സ്ഥിരതയാർന്ന വാർഷിക വളർച്ചയാണ് ഇതിൽ പ്രധാനം. പുതിയ ലേബർ കോഡ് അനുസരിച്ച് ആകെ CTC-യുടെ 50% ബേസിക് ശമ്പളമായിരിക്കണം. ഈ വേജ് റൂൾ കാരണം ഗ്രാറ്റുവിറ്റി തുകയിൽ 67% വരെ വർധനവുണ്ടായേക്കാം. സ്ഥിരം ജീവനക്കാർക്ക് ഗ്രാറ്റുവിറ്റി ലഭിക്കാൻ 5 വർഷത്തെ തുടർച്ചയായ സർവീസ് വേണമെങ്കിൽ കരാർ അല്ലെങ്കിൽ ഫിക്സഡ് ടൈം ജീവനക്കാർക്ക് ഇനി വെറും 1 വർഷത്തെ സർവീസ് മതിയാകും. ജോലിയിൽ ഇരിക്കെയുള്ള മരണത്തിനോ വൈകല്യത്തിനോ ഈ സമയപരിധി ബാധകമായിരിക്കില്ല. അവസാന ശമ്പളം ജോലി ചെയ്ത വർഷങ്ങളും അടിസ്ഥാനമാക്കിയാണ് ഗ്രാറ്റുവിറ്റി കണക്കാക്കുക. ഒരു വർഷത്തിൽ 6 മാസത്തിൽ കൂടുതൽ ജോലി ചെയ്ത കാലയളവ് ഒരു പൂർണ്ണ വർഷമായി കൂട്ടും. 10-ൽ കൂടുതൽ ജീവനക്കാരുള്ള സ്ഥാപനങ്ങൾക്ക് ബാധകമായിട്ടുള്ള ഈ നിയമപ്രകാരം യോഗ്യത നേടി 30 ദിവസത്തിനകം തുക ലഭിച്ചില്ലെങ്കിൽ തൊഴിലുടമ പലിശയും നൽകേണ്ടി വരും. ചുരുക്കത്തിൽ ഈ പുതിയ മാറ്റങ്ങൾ ജീവനക്കാരുടെ സാമ്പത്തിക സുരക്ഷിതത്വം പൂർണ്ണമായിട്ടും ഉറപ്പാക്കുന്നുണ്ട്.